എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൗഡറിൻ്റെ ഒഴിഞ്ഞ ടിന്ന് വെച്ചിട്ടുള്ള ഒരു റീയൂസ് ഐഡിയ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പൗഡർ ടിൻ ഇല്ലാത്ത വീടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റീയൂസ് ഐഡിയ എന്തായാലും എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരുപോലുള്ള 2 പൗഡറിൻ്റെ ടിന്നുകൾ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു പൗഡർ ടിന്ന് എടുക്കുക. അതിപ്പോൾ 2 എണ്ണം ഇല്ലെങ്കിൽ 1 എണ്ണം വെച്ചിട്ടായാലും ചെയ്യാം. ഞാനിപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇത് 2 വെച്ചിട്ടുള്ളത് കാണിച്ചു തരാം. എന്നിട്ട് 1 എണ്ണത്തിൻ്റെ ആ ഒരു വായുടെ ഭാഗം കട്ട് ചെയ്തിട്ട് 2ഉം കൂടി ഒന്ന് ജോയിൻ ചെയ്യുകയാണ്. ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്തെടുക്കുക. ഞാനിത് 2 തമ്മിലൊന്ന് അമർത്തി കൊടുത്തപ്പോൾ ഒരെണ്ണം മറ്റേതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ശരിക്കും കടന്നിരുന്നിട്ടുണ്ട്. എന്നാലും നല്ലൊരു സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലൂ ഗണ്ണ് കൂടി തേച്ച് കൊടുത്ത് നന്നായിട്ട് ഉറപ്പിച്ചു. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ വെയിറ്റിന് വേണ്ടിയിട്ടാണ് മണലിട്ട് കൊടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വെയിറ്റുള്ള എന്ത് സാധനമാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റുള്ള എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിലിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനെ എന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് ഇതുപോലത്തെ ഡെക്കറേഷനൊക്കെ യൂസ് ചെയ്യുന്ന ടേപ്പുകളാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഒരെണ്ണത്തിന് 7 രൂപയാണ്. നമുക്ക് സാധാരണ ഫാൻസി ഷോപ്പിലൊക്കെ ഇതിപ്പോൾ കിട്ടുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചരടുകളോ അല്ലെങ്കിൽ തുണിയിൽ തന്നെ വരുന്ന ലേസുകളോ ഒക്കെ യൂസ് ചെയ്യാം. ഏതെങ്കിലും വള്ളികളോ ഒന്നുമില്ലെങ്കിൽ പെയിൻറ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഞാൻ ഈ പൗഡർ ടിന്ന് ഫുള്ളായിട്ട് ഈ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്തു. ഇതിപ്പോൾ എല്ലാ കളറിൽ നിന്നും കുറച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാത്തിൽ നിന്നും ഒട്ടിച്ചതാണ്. നമുക്ക് സിംഗിൾ കളറായിട്ട് ചെയ്താലും മതി. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു 9 മഷി കഴിഞ്ഞിട്ടുള്ള പെന്നാണ്. ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ പഴയ പെന്നുകൾ ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഒരു 9 എണ്ണം എടുത്തിട്ട് അതിൻ്റെ 3/4 ഭാഗത്തോളം ഈ ടേപ്പ് തന്നെ വേണമെങ്കിൽ അത് ചുറ്റാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പെയിൻറ്റ് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ചിരടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ചുറ്റി കൊടുത്താലും മതി. എന്തായാലും നമുക്കതൊന്ന് കവർ ചെയ്യണം, അത്രേ ഉള്ളൂ. അടുത്തതായിട്ട് ഇതിൽ ഒരു 2-3 പോയിൻറ്റ്സ് അടയാളപ്പെടുത്തി വയ്ക്കുക. എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് ഹോളുകൾ നമുക്ക് ഇട്ട് കൊടുക്കണം. താഴോട്ടൊരു 3 ഹോള് ഒരേ ഡിസ്റ്റൻസിലാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് അല്ലെങ്കിൽ തന്നെ കുറച്ച് ഊഹിച്ചിട്ടൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ നമ്മളൊരു പപ്പടം വറക്കുന്ന കോലൊന്ന് ചൂടാക്കിയിട്ട് കുത്തി കൊടുക്കുക. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പെന്നില്ലേ, അതിൻ്റെ ആ ഒരു തുമ്പ് ഭാഗമാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെക്കേണ്ടത്. തുമ്പ് ഭാഗത്ത് നമ്മൾ ടേപ്പ് ഒട്ടിച്ചിട്ടില്ലല്ലോ, ഒരു 1/4 ഭാഗത്തോളം അത്രയും ഭാഗം നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി ഫിക്സാക്കി വെക്കണം. ഇവിടെ നമ്മൾ പൗഡർ ടിന്നിൽ ഉണ്ടാക്കുന്ന ഹോള് ആ ഒരു പേനയുടെ വണ്ണത്തിനേക്കാളും കുറഞ്ഞതാണ്. എന്നിട്ട് പേനയുടെ മുന വെച്ചിട്ട് ഇങ്ങനെ അമർത്തുമ്പോഴാണ് കുറച്ചുകൂടി ഹോള് വലുതായിട്ട് പേന ഉള്ളിലോട്ട് കയറുന്നത്. അപ്പോൾ നല്ല ടൈറ്റിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കയറി നിൽക്കുന്ന ഭാഗത്ത് ഞാൻ ഗ്ലൂ ഗണ്ണൊന്നും തേച്ച് കൊടുത്തില്ല. ഇനി അഥവാ നിങ്ങൾ ഹോൾ ഉണ്ടാക്കുമ്പോൾ ഹോള് വലുതായിട്ട് പോവുകയാണെങ്കിൽ പേന ലൂസായിട്ട് പോരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ആ ഒരു കയറുന്ന ഭാഗത്ത് ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഈ തുമ്പ് ഭാഗത്ത് ഞാനൊരു തുണിയുടെ ലേസ് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഒരു തടസ്സം പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലേസ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ കാണിച്ച ആ ഒരു ചരടുകളില്ലേ, അതിലേതെങ്കിലും ഒന്ന് കുറച്ചധികം ഒന്ന് ചുറ്റി തുമ്പൊന്ന് ഒരു ഉണ്ട പോലെ നിർത്തിയാൽ മതി. അതുപോലെ പൗഡർ ടിന്നിൻ്റെ മുകൾ ഭാഗം വൈറ്റ് കളർ കാണാതിരിക്കാൻ കുറച്ച് ഫാബ്രിക് പെയിൻറ്റ് വേണമെങ്കിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ലേസ് ചുറ്റിയതിന് പകരം ഫുള്ളും ഇങ്ങനെ കളർ ചെയ്ത് കൊടുത്താലും മതി. അതാകുമ്പോൾ പെട്ടെന്ന് തീരും. ഇതിപ്പോൾ വെറുതെ ഞാൻ കുറച്ച് ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുത്തതാണ് ഒരു മാച്ച് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വളകളൊക്കെ ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബാംഗിൾ സ്റ്റാൻഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് എത്ര വളകൾ വേണമെങ്കിലും ഇതിൽ ഹാങ് ചെയ്ത് ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല വെയിറ്റ് ഉള്ളിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് മറിഞ്ഞ് വീഴുകയില്ല. നമുക്ക് കബോർഡിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒട്ടും പൊടി പിടിക്കുകയില്ല. എല്ലാം ഭംഗിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. പെട്ടെന്ന് എടുക്കാനും പറ്റും.
അപ്പോൾ കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ഇത് നന്നായിട്ട് ഹെൽപ്ഫുള്ളാവും. ഇതിപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ ഒന്നും വെക്കാതെ തന്നെ ഈ പെന്ന് കറക്റ്റ് ഇതിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ഇളക്കം പോലും ഇല്ല ഇതിന്. നമ്മളിപ്പോൾ കബോർഡിൻ്റെ ഉള്ളിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടും ചെരിഞ്ഞൊന്നും വീഴാണ്ടിരിക്കാൻ അടിയിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഗമ്മ് എന്തെങ്കിലും ഡബിൾ സൈഡ് ടേപ്പോ അല്ലെങ്കിൽ ഗ്ലൂ ഗൺ തന്നെയോ എവിടെയാണോ വെക്കണമെന്ന് വെച്ചാൽ അവിടെ ഒന്ന് അടിയിൽ കൊടുത്താൽ മതി. അപ്പോൾ നല്ല കറക്റ്റായിട്ട് ഇരിക്കും. കുട്ടികൾ പിന്നെ എടുത്താലും ഒന്നും വീഴുമില്ല. പെന്നിങ്ങനെ കറക്റ്റ് ടൈറ്റിൽ ഇരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഹോള് കുറച്ചൊന്ന് ചെറുതാവണം. പിന്നെ പെന്നിൻ്റെ മുന വെച്ചിട്ട് നമ്മൾ കയറ്റുന്നതോടുകൂടി ആ ഹോള് വലുതാവുകയും ചെയ്യും. പെൻ അതിൻ്റെ ഉള്ളിൽ നല്ല ടൈറ്റിൽ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഗ്ലൂ ഗണ്ണൊന്നും തേച്ച് കൊടുക്കാണ്ട് തന്നെ നല്ല ടൈറ്റിൽ ഇങ്ങനെ വളകൾ ഇട്ടാലും ഒന്നും ഇളകാതെ ഇരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ കറക്റ്റായിട്ട് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.